ഹായ് ഫ്രണ്ട്സ്, ടച്ച് ആൻഡ് ടച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വീടിൻ്റെ ബെൽറ്റ് വാർപ്പാണ്, അതായത് ബേസ്മെൻറ്റ് കോൺക്രീറ്റ് ആണ് ഇന്നത്തെ വീഡിയോ. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് പറയുന്നത്. നമ്മൾ ഓൾറെഡി തന്നെ പലക അടിച്ച് നല്ല സേഫായിട്ട് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പലക അടിക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം, മറിഞ്ഞു പോകാത്ത രീതി വേണം പലകകൾ അടിച്ചു വെക്കാൻ. നമ്മളിവിടെ ഉപയോഗിച്ചിരുന്ന പലകയാണ്. അതേപോലെ തന്നെ ഷീറ്റുകളും നമ്മൾ ബെൽറ്റിനും അതുപോലെ വാർപ്പുകൾക്കും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ എടുത്തേക്കുന്നത് പലകകളാണ്. നമ്മൾ കമ്പി ബെൽറ്റിന് ഇട്ടേക്കുന്നത് 8 mm കമ്പിയാണ്. 8 mm നല്ല കമ്പി ആണ് ഇട്ടേക്കുന്നത്. ബെൽറ്റിന് നമ്മൾ 8 mm ആണ് ഇട്ടേക്കുന്നത്. 4 ഇഞ്ച് കോൺക്രീറ്റ് വീഴുന്നതാണ് ബെൽറ്റിനെല്ലാം. അതേപോലെ തന്നെ ഒരടി വീതിയിലാണ് നമ്മളെല്ലാം ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ കമ്പികൾ കെട്ടുമ്പോൾ നല്ലോണം തന്നെ കെട്ടുകമ്പി ഉപയോഗിച്ച് കെട്ടാൻ ശ്രദ്ധിക്കണം. നമ്മൾ ഒരടി അകൽച്ചയിലാണ് റിങ്ങുകൾ ഇട്ടേക്കുന്നത്. അതേപോലെ തന്നെ ഫില്ലറും ഇതിൻ്റെ കൂടെ തന്നെയുണ്ട്. ഒരു ബാക്ക് സൈഡിലായിട്ടാണ് ഫില്ലർ വരുന്നത്. അത് ബീമാണ്, ഒന്നുക്കൊന്ന് എന്നുള്ള രീതിയിലാണ് നമ്മൾ ബീം ഇട്ടേക്കുന്നത്. 16 mm കമ്പിയാണ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത്. ഫില്ലറ് കറക്റ്റായിട്ട് നിർത്തിയിട്ടുണ്ട്. അതിൻ്റെ മണ്ടയിൽ തന്നെ ബീമും വരികയാണ്. 16 mm കമ്പിയാണ് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത്. ഒന്നുക്കൊന്നാണ് ബീം. ബാക്കിയുള്ള സൈഡെല്ലാം നമ്മൾ 8 mm കമ്പിയാണ് ബെൽറ്റിന് കിടക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ കൂട്ട് ഉപയോഗിക്കുന്നത് എല്ലാം കൂടി ടോട്ടലും 13 പാക്കറ്റ് സിമെൻറ്റിൻ്റെ ഉപയോഗം ഇവിടെ വന്നിട്ടുണ്ട്. 13 പാക്കറ്റ് നമുക്കാവുന്നുണ്ട്. ഇതിൻ്റെ കൂട്ടിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 1:4:5 എന്നുള്ള രീതിയിലാണ് നമ്മൾ കൂട്ട് മിക്സ് ചെയ്തേക്കുന്നത്. നല്ലപോലെ തന്നെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കണം. കാരണം വെള്ളം ഇച്ചിരി കൂടുതൽ വേണ്ട ഇതാണ് ബെൽറ്റിനും. ഇച്ചിരി ലൂസായിട്ടിരുന്നെന്ന് പറഞ്ഞാലും യാതൊരു കുഴപ്പവും തന്നെയൊന്നുമില്ല. ബെൽറ്റിന് ആവശ്യമായിട്ട് നല്ലോണം വെള്ളം വേണം. അതേപോലെ തന്നെ നമ്മൾ അടിച്ചു വെച്ച പലകകളിലും നല്ല രീതിക്ക് തന്നെ വെള്ളം ഒഴിച്ച് എപ്പോഴും നനച്ചിടുന്നത് നല്ലത് തന്നെയാണ്. കാരണം ഈ തടിയിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെള്ളം പിടിച്ചെടുക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നമ്മളെപ്പോഴും വെള്ളം നനച്ചാണ് ഇട്ട് നമ്മൾ ഒഴിച്ചേക്കുന്നത്. അതേപോലെ ഇപ്പം ബെൽറ്റിൻ്റെ ഇതാണ് ഇടുന്നത്. നല്ലപോലെ തന്നെ കുത്തി ഇറക്കിയാണ് നമ്മൾ മേശിരി ചെയ്തേക്കുന്നത്. നല്ല രീതിയിൽ തന്നെ കുത്തി ഇറക്കുന്നുണ്ട്. കുത്തി ഇറക്കിയില്ലെങ്കിൽ അത് ഫില്ലാവാതെ വരും. അതുകൊണ്ട് മേശിരി നല്ല രീതിക്ക് തന്നെയാണ് ഫില്ല് ചെയ്തേക്കുന്നത്. ടോട്ടൽ ഇവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് 2 ബെഡ്റൂമും അതേപോലെ ഹാളും സിറ്റ് ഔട്ടും ലിവിങ്ങും 2 ബാത്റൂമും വരുന്നുണ്ട്. അതിലൊരു ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. പിന്നെ കിച്ചൺ ഏരിയൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ബെഡ്റൂം നിൽക്കുന്നത്. നമ്മൾ ഈ ഫില്ലർ ഇട്ടേക്കുന്ന ഭാഗം തന്നെ ഒരു ബെഡ്റൂമായിട്ടാണ് വരുന്നത് ഈ ഏരിയ. ഇപ്പോഴത്തോട്ടുള്ളതെല്ലാം ഇത് മറ്റൊരു ബെഡ്റൂമാണ്. കമ്പികൾ നല്ല രീതിക്ക് തന്നെയാണ് നമ്മൾ ഇട്ടേക്കുന്നത്. അതേപോലെ തന്നെ അതിൻ്റേതായ ഡിസ്റ്റൻസ് ഇട്ടേക്കുന്നതും ഒരേ അളവിന് തന്നെയാണ്. നല്ല രീതിയിൽ തന്നെ ഈ സൈഡുകളിലെ ഗ്യാപ്പുകളിൽ നമ്മൾ കോൺക്രീറ്റ് ഇറക്കാൻ നോക്കണം. അതുകൊണ്ടാണ് ലൂസായിട്ട് തന്നെ എടുക്കുന്നത്. കാരണം ഇതിൻ്റെ കോൺക്രീറ്റ് നല്ല രീതിയിൽ തന്നെ ബെൽറ്റിന് വീണില്ലെന്നുണ്ടെങ്കിൽ അത് പിന്നീട് ഒരു പ്രശ്നങ്ങൾക്കും കാരണമാവും. അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ കുത്തി ഇറക്കുക. ചിലർ അത് കമ്പി കൊണ്ട് കുത്തി ഇറക്കും. ഇത് നമുക്ക് നല്ല രീതിയിൽ ലൂസ് ചെയ്ത് എടുത്തത് കൊണ്ട് നമുക്ക് കരണ്ടി കൊണ്ട് തന്നെ കുത്തി ഇറക്കിയാൽ മതി. അതേപോലെ തന്നെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്താണ് എല്ലാ കമ്പികളും ഇട്ടേക്കുന്നത്. അതേപോലെ തന്നെ നല്ലോണം കെട്ടിയും വെച്ചിട്ടുണ്ട്. ഒരേ ലെവലിൽ തന്നെയാണ് എല്ലാം ചെയ്തേക്കുന്നത്. ഒന്നുക്കൊന്ന് എന്നുള്ള രീതിയിലാണ് എല്ലാം കിടക്കുന്നത് തന്നെ. നല്ല ലൂസായിട്ട് വീഴുന്നത് കൊണ്ട് ഇറക്കി ഇടാൻ എളുപ്പമാണ് കോൺക്രീറ്റ്. ഇത് ബീമിൻ്റെ ഭാഗമാണ്. ബീം ഇപ്പം കംപ്ലീറ്റഡായി. ബീം കഴിഞ്ഞു. അപ്പോൾ അടുത്തത് ബെഡ്റൂമിൻ്റെ അങ്ങോട്ടാണ്. നല്ല രീതിയിൽ തന്നെ നമ്മുടെ ജോലിക്കാർ നിൽക്കുന്നത് കൊണ്ടാണ് പെട്ടെന്ന് തന്നെ പണി തീരുന്നത്. അവർ നല്ല സ്പീഡപ്പായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അവർ ആ കൂട്ട് തന്നെ നല്ല രീതിയിലാണ് അവർ ചെയ്യുന്നത് തന്നെ. അതുകൊണ്ട് കൂട്ടിൻ്റെ അകത്തുനിന്ന് യാതൊരു കാര്യങ്ങളും നമുക്ക് പേടിക്കാനില്ല. അതുകൊണ്ട് സ്പീഡപ്പായിട്ടാണ് കാര്യങ്ങൾ നടന്നു പോകുന്നത്. എല്ലാ ഏരിയയിലും ഇതുപോലെ തന്നെ കുത്തി ഇറക്കുക. കാരണം പലകയുടെ സൈഡിലെല്ലാം നല്ല രീതിയിൽ തന്നെ വീഴണം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പലക ഇളക്കി കഴിയുമ്പോൾ ഈ സൈഡിൽ നിന്നെല്ലാം അടന്നു പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ടാണ് നല്ല രീതിയിൽ തന്നെ കുത്തി ഇറക്കുക എന്ന് പറയുന്നത്. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം. അതുപോലെ ലാപ്പുകൾ വരുന്ന ഭാഗത്തും അതുപോലെ കയറ്റിയിട്ടേക്കുന്ന കമ്പികളും നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ചെയ്താണ് നമ്മുടെ മേശിരി കെട്ടിയേക്കുന്നത്. അത് മേശിരി പ്രത്യേകം ശ്രദ്ധിച്ച് എന്നാണ് കാര്യങ്ങളെല്ലാം നോക്കി ചെയ്യുന്നത് തന്നെ. റിങ്ങുകൾ ഇട്ടേക്കുന്നതും അതുപോലെ തന്നെയാണ്. ഒന്നുകൊന്നുള്ള ഡിസ്റ്റൻസാണ് എല്ലാം കീപ്പ് ചെയ്തേക്കുന്നത്. കാരണം ബെൽറ്റിന് അത് മാത്രം മതി എന്നുള്ളത് കൊണ്ടാണ് ഇത്. നല്ല ഉറപ്പുള്ള ഏരിയയാണ് ഈ ഭാഗം. നല്ല ഉറപ്പുള്ള മണ്ണാണ് ഇവിടെ. അതുകൊണ്ട് തന്നെയാണ് ബെൽറ്റും നല്ല രീതിയിൽ തന്നെ ചെയ്തേക്കുന്നത്.
ഫില്ലർ മാത്രം 16-ൻ്റെയും അതേപോലെ ബെൽറ്റ് വരുന്നത് 8-ഉം ആണ് കമ്പി നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്നത്.